അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സുലൈക്ക സുലൈക്ക എവിടെ പോയെന്നാണ് നിങ്ങളീ പറഞ്ഞത്? സുഹറത്ത അവളിവിടെ ഇല്ലേ? അതെന്താ ഫൈസി, അനക്ക് ചെവിടെ കേൾക്കുന്നില്ലേ? ഞാനത് തന്നെയല്ലേ പറഞ്ഞത്, സുലൈക്ക ഇവിടെ ഇല്ലാന്ന്. നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. എന്താ രണ്ടാം ഘട്ടമായപ്പോഴേക്കും നിനക്കൊന്നും ബോധമില്ലാതായോ? പറയുന്നതൊന്നും ചവിട്ടിലോട്ട് കേറുന്നില്ല നിനക്ക്. ഞാൻ പറഞ്ഞത് സത്യ, അവളെവിടെ ഇല്ല. നീ തന്നെയല്ലേ പറഞ്ഞത് അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അല്ല സുഹറ, താൻ എന്താ പറയണേ? അവൾ എവിടെ പോയെന്നാ? എന്താ ഉമ്മ ഇത്? ഞാൻ പറഞ്ഞത് സത്യ. നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞത് അവളോട് ഇവിടുന്ന് ഇറങ്ങാന്. ഇപ്പൊ പിന്നെ എല്ലാവരും എന്താ ഒരു അതിശയത്തോടെ ചോദിക്കുന്നത്? എടാ ഫൈസി, നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ രണ്ടാം ഘട്ടിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങണമെന്ന്. പിന്നെ അവള് അതിനു വേണ്ടി തൽക്കാലത്തേക്ക് പോയതൊന്നല്ല കേട്ടോ, എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിയതാ നിന്റെ ജീവിതത്തിൽ നിന്ന്. അതും കൂടി നീ ഓർത്തോ. നീയും നിന്റെ പുതിയ ഭാര്യയും കൂടി ഇവിടെ നടിച്ച് പൊളിക്കുമ്പോൾ അവൾ ഒരു ശല്യത്തിന് വരില്ല. അവൾ പോയി. ആ ശല്യം തലയിൽ നിന്ന് പോയി എന്ന് കരുതിയാൽ മതി നിങ്ങളൊക്കെ. പാവം, അവൾ പോയി, ഇനി വരില്ല. അല്ല ഉമ്മ, നിങ്ങൾക്കെന്താ ഇത്ര ബേജാറ്? അവൾ പോയതുകൊണ്ടാണോ? വേലക്കാരി പോയില്ലല്ലേ? ഇനി പണിയെടുക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അത് പേടിക്കണ്ട ഉമ്മ, അതിന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉത്സവമ്മ വിളിച്ചാ പോരെ. പിന്നെ അവിടെ സുലൈഖാനെ പോലെ അല്ല കേട്ടോ, പൈസ കൊടുക്കണം, വെറുതെ ആവില്ല. സുഹറ പൊട്ടിച്ചിരിച്ചു. പിന്നെ ഫൈസി, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പം വരുമല്ലോ പുതിയൊരാള് 2 ദിവസം കഴിഞ്ഞാല്. അവള് നല്ല പഠിപ്പില്ലവളും എല്ലാം ഒക്കെ അല്ലേ, നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ. പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അവള് നോക്കിക്കോളും നിന്റെ കാര്യങ്ങളൊക്കെ. നിന്റെയൊക്കെ ഒരു ഭാഗ്യം, കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. പാവം ആ സുലൈഖ, അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പിന്നെ ഫൈസി ഉമ്മ, നിങ്ങളുടെയൊക്കെ വിചാരണയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങൾക്ക് പോകാമല്ലേ? ഞാനും എൻ്റെ പാവ ഇപ്പം ഇവിടുന്ന് പോവുകയാ. ശരി. പിന്നെ ഫൈസി, നീ കൊടുത്ത പേപ്പറില്ലേ, ഡിവോഴ്സ്, അതിലവൾ ഒപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നീ അവൾക്ക് കൊടുത്ത മഹർ കുഞ്ഞിമാലയില്ലേ, അതും അവൾ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം അവളിവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന ആളില്ലേ നമ്മുടെ ഉപ്പ, അവിടെ ഉണ്ട്. ഉപ്പാരെ കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതാ ആ റൂമിലെ ടേബിളിൻ്റെ മേലെ വെച്ചിട്ടുണ്ടല്ലോ. സന്തോഷമായില്ലേ നിനക്ക്? ഇത് കേട്ട ഫൈസി ഉപ്പാടെ റൂമിലേക്ക് ഓടിക്കയറി. എന്താ നോക്കുമ്പോൾ അവിടെ ഉണ്ട് മേശപ്പുറത്ത് താൻ കുറച്ചു മുമ്പേ അവളെ പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഡിവോഴ്സ് നോട്ടീസ്. അതിലവൾ ഒപ്പിട്ടിരിക്കുന്നു. കൂടെ അവളുടെ കുഞ്ഞ് മഹർ കൊടുത്ത കുഞ്ഞുമാലയും. അവൻ ഒരു നിമിഷം ഉപ്പാടെ മുഖത്തേക്കൊന്ന് നോക്കി, ശേഷം ഒന്നും മിണ്ടാനാകാതെ തലകുനിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഫൈസി, നീ പേടിക്കണ്ട സുലൈഖ, അവൾ ഒരിക്കലും നിന്നെ ശപിക്കില്ല കേട്ടോ. നിനക്കും ഷാഹിനക്കും നല്ലൊരു ജീവിതം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാ പാവ ഇവിടുന്ന് പടിയിറങ്ങിയത്. എന്നാ ഞാനും ഉപ്പ ഇറങ്ങ. വാ ഉപ്പ, നമുക്ക് ഇറങ്ങവാ. സുഹറ ഉപ്പാന്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഉപ്പ മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട്. ആമിനുമ്മയ്ക്കും ഫൈസിക്കും ഇതൊക്കെ കേട്ട് ആകെ മൊത്തം എന്താ ചെയ്യേണ്ടതെന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. സുഹറയുടെ ഭർത്താവ് ഓടിക്കൊണ്ട് വന്ന് ഉപ്പാനെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. സുഹറ വേഗം വണ്ടിയിലേക്ക് കയറി. പോട്ടെ ഫൈസി, അവൾ ഇക്കാക്കാനോട് പറഞ്ഞു. വേഗം വണ്ടി എടുക്കുക, വാ നമുക്ക് പോകാം.
അങ്ങനെ കനത്ത മഴയിലൂടെ ആ ഓട്ടോ നീങ്ങി. നല്ല കാറ്റും മഴയും. പക്ഷേ ഫൈസി അവനാകെ എന്തോ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ്റെ മനസ്സ് മൊത്തം സുഹറത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ വാക്കുകളിലായിരുന്നു. അതിന് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ഫൈസി എന്ന വാക്ക് അവനെ വീണ്ടും വീണ്ടും എന്തോ ഒരു ടെൻഷൻ വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിൽ. അതേസമയം സുലൈഖ പുതിയ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുറ്റുപാടും അവൾ നോക്കുകയാണ്. നല്ല മഴ പെയ്ത നല്ല മണ്ണിൻ്റെ മണം. അവൾ ചുറ്റുപാടും നോക്കി. ഒരുപാട് കടകളൊക്കെ കാണുന്നുണ്ട്. താൻ അറിയാത്ത, ഇതുവരെ വരാത്തൊരു നാട്. അവൾക്ക് ഉപ്പ കൊടുത്ത ആ ഡ്രസ്സ് നോക്കി. അവിടെ അടുത്തുണ്ടായ ഒരു ചായക്കടയിലേക്ക് അവൾ മെല്ലെ നടന്നു. ഒരു സാധാ ചെറിയ ചായക്കട. അവൾ അവിടേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിൽ ഇരുന്നു. തൻ്റെ ഉപ്പാൻ്റെ പ്രായം ഉള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ, എന്താ വേണ്ടത്? ചായ എടുക്കട്ടെ? പിന്നെ കുട്ടി ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയതാ? എവിടുന്ന് വരുന്നതാ? അത് ഞാൻ ഇവിടുത്തെ അഹമ്മദൊക്കെ കാണാൻ വന്നതാ, സുലൈഖ വിക്കി പറഞ്ഞു. ആ, അങ്ങനെ പറയട്ടെ. അഹമ്മദിക്കാരെ ചായക്കട തന്നെ ഇത്. പക്ഷേ മൂപ്പർ ഇന്ന് ലീവാട്ടോ. എൻ്റെ പേര് കൃഷ്ണൻ എന്നാട്ടോ. ഞാൻ അഹമ്മദ് ഖാൻ്റെ ചങ്ങായി തന്നെയാ. പിന്നെ അഹമ്മദൊക്കെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുക, അതാ ഇന്നില്ലാത്തത്. സുലൈഖയുടെ മനസ്സിലാകെ ടെൻഷൻ കൂടി. റബ്ബേ, ഇനി ഞാൻ എന്താ ചെയ്യുക? അദ്ദേഹത്തെ കാണാനാണല്ലോ വന്നത്. ഇപ്പം അദ്ദേഹം കൂടി ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും റബ്ബേ? അവൾക്ക് സങ്കടം വന്നു. മോളെ, മോക്ക് അവരുടെ വീടറിയോ? ഇല്ല, എനിക്കറിയില്ല, അവൾ പതുക്കെ പറഞ്ഞു. കുട്ടി വിഷമിക്കണ്ട, മൂപ്പരിപ്പം അവിടെ എത്തിയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ മൂപ്പരെ ബീവി ഉണ്ടാവും അവിടെ. വാ, ഞാൻ വേണമെങ്കിൽ മോളെ അവരെ വീട്ടിലെത്തിക്കാൻ വാ. അല്ലെങ്കിൽ അഹമ്മദ്ക്കയുടെ വീട്ടിലെ ഓൾ ഇൻ ഓൾ ഉണ്ട് ഇവിടെ ഒരാൾ. അവനോട് ഞാൻ പറയാം മോളെ അവിടെ ആക്കാൻ. ആ, മോളിപ്പം നമ്മുടെ അഹമ്മദ്ക്കയുടെ അതിഥിയല്ലേ. മോളെ ഇവിടെ ഇരിക്ക്, ഒരു ചായ കുടിച്ചിട്ട് തന്നെ പോകാട്ടോ. വേണ്ട എനിക്ക് വേണ്ട, അവൾ മടിച്ചു പറഞ്ഞു. പിന്നെ ഒരിക്കലാകാം ചേട്ടാ, ഇപ്പം വേണ്ട. ആ ശരി മോളെ, എന്നാ വൈകിക്കണ്ട. നല്ല മഴ വരുന്നാത്ത വേഗം ഇറങ്ങിക്കോളി. ഞാൻ അവനെ വിളിക്കാട്ടോ, മോളെ ഇവിടെ ഇരി. അയാൾ ഫോൺ എടുത്തുകൊണ്ട് ആരെയോ വിളിച്ചു. ഹലോ, നീ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വന്ന് പെട്ടെന്ന് എത്തണം കേട്ടോ. ആ ശരി മോളെ, അതാട്ടോ ഞാൻ പറഞ്ഞ ആളിതാ വരുന്നുണ്ട്. അതാണ് നിന്റെ അഹമ്മദ്ക്കയുടെ വീട്ടിലെ ഓൾ ഇൻ ഓൾ, നമ്മുടെ അദ്ദു. അപ്പോഴേക്കും എന്തേ മുറ്റത്ത് ഒരു ഓട്ടോയിൽ നിന്നും ഒരാൾ മഴ നനയാതിരിക്കാൻ ഓടുന്നതായി സുലൈഖ കണ്ടു. അതായത് നമ്മുടെ അബ്ദുള്ള. പക്ഷെ എല്ലാവരും സ്നേഹത്തോടെ അബ്ദു എന്നാട്ടോ വിളിക്കുക അവനെ. അങ്ങനെ സുലൈഖ അബ്ദുവിൻ്റെ കൂടെ അഹമ്മദ്ക്കയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ സുലൈഖയെ സ്വീകരിക്കുമോ? നമുക്ക് കണ്ടു തന്നെ കാണാം അല്ലേ. ഇനി അടുത്ത എപ്പിസോഡിൽ ആ കഥ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.